മോഹൻ യാദവ് എന്ന മധ്യപ്രദേശിലെ മുഖ്യമന്ത്രിക്ക് വമ്പൻ തിരിച്ചടി കിട്ടുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ശിവരാജ് സിംഗ് ചൗഹാന്റെ അനുയായികൾ ഏത് രീതിയിലും അവിടുത്തെ സർക്കാരിനെ തള്ളിയിടാൻ വേണ്ടി തീവ്രമായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അത്ര പെട്ടെന്നൊന്നും BJPയെ തള്ളിയിടാൻ പറ്റാത്ത രീതിയിലേക്ക് വലിയ മുന്നേറ്റമായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയത്. വോട്ട് ഷെയറിന്റെ കാര്യത്തിലും ഗണ്യമായ വർധനമുണ്ട്. കഴിഞ്ഞ തവണ മധ്യപ്രദേശിൽ ദിഗ്വിജയ് സിംഗിന്റെ രാഷ്ട്രീയ രീതികളെയോ അദ്ദേഹത്തിന്റെ മകന്റെ ഒന്നും പ്ലാൻ നടപ്പിലാക്കാതെ ഏകപക്ഷീയമായി കമൽനാഥിന്റെ മകനും മാത്രമാണ് തെരഞ്ഞെടുപ്പിനെ നയിച്ചത്. എന്നാൽ ഇനി അങ്ങനെ പറ്റില്ല എന്നുള്ളത് ഹൈക്കമാൻഡ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമനുസരിച്ച് തന്നെയാണ് കമൽനാഥും അദ്ദേഹത്തിന്റെ മകനും മത്സരിക്കുന്നത്. ഒപ്പം ദിഗ്വിജയ് സിംഗിന്റെ മകനും വളരെ ജനപ്രിയനായ നേതാവായ അദ്ദേഹം കൂടി മത്സരിക്കുകയാണ്. അങ്ങനെ കോൺഗ്രസിൽ ഒട്ടുമിക്ക നേതാക്കളും അതുപോലെ തന്നെ ജനകീയരായവരും മത്സരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 29 കേവലം ഒരു സീറ്റ്, അതായത് ചിന്തുവാര മാത്രമാണ് നേടിയതെങ്കിൽ ഇക്കുറി 29 നിരവധി സീറ്റുകൾ നേടും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ്. വടക്കേ ഇന്ത്യയിൽ ഒരു രീതിയിലും മുന്നേറ്റം നടത്താൻ കോൺഗ്രസിന് കഴിയില്ല എന്ന് പരിഹസിക്കുന്ന BJPക്ക് ശക്തമായൊരു മറുപടി കൊടുക്കൽ കൂടിയായിരിക്കും BJPക്കുള്ളിലെ ഈ വിഭാഗീയത ആളിക്കത്തുന്ന സമയത്ത് കോൺഗ്രസ് നടത്തുന്നത്. കൃത്യമായി പറഞ്ഞാൽ അവിടെ BJPയുടെ മുഖ്യമന്ത്രിയാക്കേണ്ടിയിരുന്നത് ശിവരാജ് സിംഗ് ചൗഹാനെ ആയിരുന്നെങ്കിൽ പോലും മോഹൻ യാദവിനെ ആക്കിയത് വഴി ശിവരാജ് സിംഗ് ചൗഹാന്റെ അനുയായികൾക്ക് കടുത്ത അതൃപ്തിയാണ്. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ അനുയായികളെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തിയാണ് രാഷ്ട്രീയപരമായി ചില ഉത്തരങ്ങൾ നരേന്ദ്രമോദി കണ്ടെത്തിയത്. എന്നിട്ട് പോലും വലിയ രീതിയിലുള്ള ഒരു വിഭാഗീയത അത് കെട്ടടങ്ങുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ തെരഞ്ഞെടുപ്പ് വിധി BJPക്ക് പ്രതികൂലമായി മാറാനുള്ള എല്ലാവിധ സാധ്യതകളും കാണുന്നുണ്ട്. ഒരുപക്ഷെ 29 ലോക്സഭാ സീറ്റിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും കോൺഗ്രസിനൊരു വലിയ മുന്നേറ്റം 30 വർഷങ്ങൾക്കിടയിൽ ഉണ്ടാവുക എന്ന് പറയപ്പെടുന്നുണ്ട്. കൃത്യമായി നമുക്കറിയാം, കഴിഞ്ഞ 2 ദശാബ്ദമായി BJPയുടെ കുത്തക മേഖല തന്നെയാണ് മധ്യപ്രദേശ്. അവിടെ 2018 മാത്രമാണ് കോൺഗ്രസ് BJPയെ മറികടന്നുകൊണ്ട് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായത്. എന്നിട്ട് പോലും ജ്യോതിരാദിത്യ സിന്ധ്യ അദ്ദേഹത്തിൻ്റെ അനുയായികളും പാലം വലിച്ചതോടുകൂടിയാണ് കമൽനാഥ് സർക്കാർ 1.25 വർഷം മാത്രം ദൈർഘ്യമുള്ളപ്പോൾ അവിടെ വീണത്. എന്നിട്ടും കമൽനാഥിൻ്റെ രാഷ്ട്രീയം ഒരു രീതിയിലും മാറ്റാത്തത് കൊണ്ട് കോൺഗ്രസിന് തിരിച്ചടി കിട്ടി. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ് എല്ലാ നേതാക്കളെയും ഉൾപ്പെടുത്തിപ്പിച്ചുകൊണ്ട്, അതും ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടുള്ള സുനിൽ കനകോലുവിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ള താക്കീത് AICCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്.